ഞാൻ കൊല്ലത്തിന് കടയിൽ ഈ തൊപ്പി മേടിക്കാൻ പോയി ആ ബാക്കവി അൽഹംദുലില്ലാ ഞങ്ങൾ നല്ല 2 തൊപ്പി വേണം. അദ്ദേഹം തൊപ്പി എടുത്ത് വെച്ചിട്ട് എന്നോട് പറഞ്ഞു. പിന്നെ ഇതിന്റെ ഫളായിൽ അദ്ദേഹം പറയുന്നത് ആ ഫളായിൽ കേട്ടപ്പോൾ നിസ്കാരത്തിൽ ഇത്ര ഫളായിൽ ഇല്ലാന്ന് എനിക്ക് തോന്നിപ്പോയി. അയാൾ പറഞ്ഞു ഈ തൊപ്പി കോട്ടനാണ്, ചൂടെടുക്കില്ല, ഇത് മെയ്ഡ് ഇൻ ബംഗ്ലാദേശാണ്, ഇത് 52 ഇഞ്ചാണ് ഇതിന്റെ വീതി, നല്ല സുന്ദരമാണ്, അധികം പൊക്കമില്ല. പിന്നെ ബാക്കവി നിങ്ങൾക്ക് ഈ ഷാളൊക്കെ ഇടുമ്പോൾ ഒത്തിരി പൊങ്ങിയിരിക്കില്ല, പതുങ്ങിയിരിക്കും, നല്ല അഴകായിരിക്കും കാണാൻ, ചൂടില്ലാത്ത സാധനമാണ്, ഇത് കോട്ടനാണ്. ഇയാൾ ഇതിനെ കുറിച്ച് വാചാരമായി. എന്നിട്ട് ഇയാൾ പറഞ്ഞു ഇത് വകല് പറയുന്നവർക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയ തൊപ്പിയാണ്. കാരണം ഈ തലവന്തായിട്ട് വകല് പറഞ്ഞ് ചൂടാകുമ്പോ അതിന്റെ ഇടയിൽ നിന്ന് ഈ എയർ പോകാൻ വേണ്ടിന്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ നുക്കുത്തകൾ, ചെറിയ സുശീലങ്ങൾ കൂടി ഇട്ടിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് എനിക്ക് നൗഷാദ് ബാക്കവിക്കും വേണ്ടി ബംഗ്ലാദേശിൽ ഉണ്ടാക്കിയ തൊപ്പിയാണ്. അയാൾ പിന്നെ എത്തിയില്ല. ഇതുകൊണ്ട് പല ഉപകാരങ്ങളുണ്ട്, വലിയ എന്നയാൾ പറഞ്ഞിട്ട് അയാൾ പറഞ്ഞ അവസാനം ഇനി ഒന്നും പറ്റിയില്ലെങ്കിലും മഴക്കാലത്ത് പാടത്ത് വെള്ളം കയറുമ്പോ മീൻ പിടിക്കാൻ അത്യാവശ്യത്തിന് ഉപയോഗിക്കാം, അത്രയ്ക്ക് നല്ല സാധനമാണെന്ന് ഇയാൾ പറയും. അതുവരെ അവിടെ എത്തി. അപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് എന്താ? യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് ലോകത്തൊരു സാധനം നിർമ്മിച്ച ഒരു നിർമ്മാതാവും അയാൾ നിർമ്മിച്ച സാധനം മോശമാണെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ നിർമ്മാതാവ് തന്നെ സൃഷ്ടിച്ച സാധനം മോശമാണെന്ന് പറയുന്നതിനെ കുറിച്ച് അത് നിർമ്മിച്ചാൽ തന്നെ ഇത് മോശമാണതിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞ, എന്നിട്ട് പോലും നമുക്കിതുവരെ ഇത് മനസ്സിലാകുന്നില്ലല്ലോ. സൃഷ്ടിച്ച നിർമ്മാതാവ് തന്നെ പറഞ്ഞ ഒരേ ഒരു സാധനം ഒന്ന് മാത്രമേ ഉള്ളൂ. അത് മറ്റൊന്നുമല്ല, ആകാശഭൂമികളെ സൃഷ്ടിച്ച ഈ കാണുന്ന സൂര്യനെയും ചന്ദ്രനെയും താരകങ്ങളെയും ഈ ഭക്ഷണ പദാർത്ഥങ്ങളെയും ഈ കാണുന്ന മൃതഭൂമിയിൽ നിന്ന് സസ്യങ്ങളെ ഉൽപ്പാദിപ്പിച്ച് അതിന് ധാന്യമണികളിൽ നിന്ന് ഭക്ഷണം പോലും നമുക്ക് ഒരുക്കി തന്നിട്ട് നയനമനോഹരമായ ദുനിയാവിനെ നിർമ്മിച്ച നിർമ്മാതാവായ അല്ലാഹ് തന്നെ പറയാ, ഈ ദുനിയാവ് കാണാൻ വളരെ മനോഹരമാ. പക്ഷേ വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവ് വളരെയേറെ വഞ്ചനയുടെ ലോകമാ. നിർമ്മിച്ച നിർമ്മാതാവ് തന്നെ ഇതിലേക്ക് അടുക്കരുത്, അതിനെ നിങ്ങൾ സ്നേഹിക്കരുത്, ഇത് വഞ്ചിക്കുന്നതാണ്, നിങ്ങളെ വഞ്ചിക്കുന്നതാണെന്ന് നിർമ്മിച്ച നിർമ്മാതാവ് തന്നെ ഒരേ ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ദുനിയാവാ. വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവ് നിങ്ങളെ ഒരു ചിരിച്ചു നിൽക്കുന്ന കാമുകിയെ പോലെ വശംവദയാക്കി അവസാനം നിങ്ങളെ ചതിക്കുടിയിൽപ്പെടുത്തുന്നതാണ് ഈ ദുനിയാവെന്ന്. അതുകൊണ്ട് പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, ഉസ്താദേ എന്റെ ഭർത്താവ് എന്നെ വഞ്ചിച്ചു എന്ന് പറയുന്ന ഭാര്യമാരോട്, ഭാര്യമാര് പറയുന്ന ഭർത്താവ് വഞ്ചിച്ചു, ഭർത്താവ് പറയുന്നു ഭാര്യ വഞ്ചിച്ചു, മാതാപിതാക്കൾ പറയുന്ന കട്ടപ്പെട്ട് വളർത്തിയിട്ട് എന്റെ മക്കൾ എന്നെ ചതിച്ചു ഉസ്താദേ എന്ന് എത്രയോ ആളുകൾ പറയുന്നുണ്ട്. പറയല്ല സഹോദരങ്ങളെ, ഭാര്യ ചതിച്ചു എന്ന് പറയണ്ട, മക്കള് ചതിച്ചു എന്ന് പറയണ്ട, ഭർത്താവ് ചതിച്ചു എന്ന് പറയണ്ട. അല്ലാഹ് തന്നെ ജനിച്ചപ്പോ തന്നെ നമ്മളോട് പറഞ്ഞതാണ് ഇത് ചതിയുടെ ലോകമാണ്. നിന്റെ ഭാര്യ നിന്നെ ചതിച്ചേക്കാം, നിന്റെ ഭർത്താവ് നിന്നെ ചതിച്ചേക്കാം, നിന്റെ മക്കൾ നിന്നെ ചതിച്ചേക്കാം. കാരണം ഇത് ചതിയുടെ ലോകമാണ്. നല്ല തന്നെ പറഞ്ഞു പഠിപ്പിച്ചതല്ലേ, പിന്നെന്തിനാ നമ്മൾ ഈ വല്ലാതെ ചതിയെ കുറിച്ച് പറയാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാര്യയെ സ്നേഹിച്ചാലും ഒരു പരിധിക്കപ്പുറത്തേക്ക് സ്നേഹിക്കരുത്, മക്കളെ സ്നേഹിച്ചാലും ഒരു പരിധിക്കപ്പുറത്തേക്ക് സ്നേഹിക്കരുത്. ഞാൻ ഈ വാഴ പറയുന്നത് ഭാര്യയെ ഏറ്റവും ഹൃദയത്തിലേറ്റവും സ്നേഹിക്കുന്ന, എന്റെ ഉമ്മാനെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എന്റെ പൊന്നുമക്കളെ ഒരു 10 മിനിറ്റത്തേക്ക് മാറി നിന്നാൽ 10 പ്രാവശ്യം കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പിതാവിന്റെ ഹൃദയത്തോടെ നമ്മൾ പറയാ. പക്ഷേ മക്കളെ ഒരു പരിധിക്കപ്പുറത്തേക്ക് സ്നേഹിക്കല്ല ഉമ്മ. ഒരാളെയും പരിധി വിട്ട് സ്നേഹിക്കരുടേ. ഏതെങ്കിലും ഒരു സമയത്ത് നിന്റെ ശത്രുവായേക്കാ, ഏത് സമയത്തും നിനക്കത് നഷ്ടപ്പെടാനില്ലടാ. അതുകൊണ്ടും മക്കളെ നമ്മളെ ചതിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് വല്ലാതെ ദുഃഖമുണ്ടാവും. ഈ ദുനിയാവ് ചതിയുടേതാണ്. അതുകൊണ്ടാണ് മാതാപിതാക്കൾ വൃദ്ധസദനത്തിൽ പോയത്, മക്കൾക്ക് വേണ്ടാതായത്. MBBS പഠിച്ചു കഴിഞ്ഞപ്പം കഷ്ടപ്പെട്ട് റബ്ബർ വെട്ടിയിട്ട് വളർത്തിയ വാപ്പയെ മക്കൾക്ക് വേണ്ടാതായി.
അഡ്വക്കേറ്റായപ്പോ മക്കൾക്ക് വാപ്പ പരിഷ്കാരിയാവാനായി, ഏറ്റവും വലിയ വക്കീലായപ്പോ എഞ്ചിനീയറായപ്പോ റബ്ബറിന്റെ പാലെടുത്തിട്ടും വെട്ടിയിട്ടും വളർത്തിയ നാണം പിതാവ് മോശക്കാരനായെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഏറ്റവും വലിയ MBBS പഠിച്ച ഡോക്ടറാരാ? ഏറ്റവും നല്ല എഞ്ചിനീയറാരാ? ഏറ്റവും നല്ല വക്കീലാരാ? ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും നല്ല എഞ്ചിനീയറാരെന്നറിയോ? ഏറ്റവും മിടുക്കനായ എഞ്ചിനീയറാരാ? കൊച്ചുകാലത്ത് കുട്ടിക്കാലത്ത് കളിമുറ്റത്തിരുന്ന് കളിപ്പാട്ടം വെച്ച് കളിക്കുമ്പോ ആ കളിയുടെ ഇടയിൽ കളിപ്പാട്ടം താഴെ വീണ് പൊട്ടിച്ചെറി പോകുമ്പോ കളിപ്പാട്ടത്തിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് നിൽക്കവേ ഓടി വന്ന് ചിതറിത്തെറിച്ചു പോയ കളിപ്പാട്ടം എടുത്ത് നിമിഷ നേരം കണ്ടത് ശരിയാക്കിയിട്ട് എന്റെ കയ്യിൽ വെച്ച് തന്ന എന്റെ ഉമ്മയെക്കാൾ ഒരു എഞ്ചിനീയർ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കളിമുറ്റത്ത് പൊട്ടിത്തകർന്ന് കിടന്ന കളിപ്പാട്ടമെടുത്ത് നിമിഷ നേരം കൊണ്ട് ശരിയാക്കി തന്ന ഉമ്മയെക്കാൾ ഒരു എഞ്ചിനീയറിനെ ലോകത്തിൽ ഞാൻ കണ്ടിട്ടില്ല. കളിമുറ്റത്തിലൂടെ കടന്നു നടന്ന് ഓടി നടക്കുമ്പോ കണ്ണിൽ പോയി കാല് തട്ടിയിട്ട് കമിഴ്ന്ന് വീണെഴുന്നേക്കുമ്പോ മുട്ടിന്റെ ഭാഗത്ത് രക്തം കിരിഞ്ഞ് മുറിവിലൂടെ രക്തമൊഴിക്കുമ്പോ ഉമ്മാന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോ ഓടി വന്നിട്ട് റോഡരികിൽ നിന്ന് പച്ചില പറിച്ചു കൊണ്ടുവന്ന് ഉള്ളം കയ്യിൽ വെച്ച് നന്നായിട്ട് ഞെരിച്ചിട്ട് എന്റെ മുറിവിലേക്ക് സ്നേഹത്തോടെ വെച്ചിട്ടണ്ട എന്റെ ഉമ്മയേക്കാൾ വലിയൊരു ഡോക്ടറെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്റെ ഉമ്മയേക്കാൾ വലിയൊരു ഡോക്ടർ ആരാണുള്ളത്? ചെറുപ്പകാലത്തെ കുരുത്തക്കേടിന് വാപ്പ അടിക്കാൻ വേണ്ടി പിടിച്ചിട്ട് വാപ്പ വലത്തെ കയ്യിൽ പിടിച്ചു നിർത്ത് ഇടത്തെ കൈ കൊണ്ട് വാപ്പയുടെ മുട്ടിയിൽ കിടന്നിട്ട് കുഞ്ഞിളം കൈകൾ മുറുകുമ്പോ വലത്തെ കൈയിലെ വാപ്പയുടെ ചൂരിലേക്ക് നോക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമ്മാനെ വിളിക്കുമ്പോ അടുക്കളയിൽ നിന്ന് ഓടി വന്ന് വാപ്പയുടെ മുമ്പിൽ വന്ന് എന്റെ മോനെങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് വാപ്പ എന്ന വലിയ കോടതിയുടെ മുമ്പിൽ വാദിച്ച് ജയിച്ചിട്ട് വാപ്പയുടെ കയ്യിൽ നിന്ന് അടികൊള്ളാറ് എന്നെ മോദിപ്പിച്ചിട്ട് പോയ എന്റെ ഉമ്മയേക്കാൾ വലിയൊരു വക്കീലിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഉമ്മയേക്കാൾ വലിയ അഡ്വക്കേറ്റ് ആരാണുള്ളത്? വാപ്പ എന്ന കോടതിയിൽ നിന്ന് പരിക്കില്ലാതെ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയ കളിപ്പാട്ടങ്ങളെ നിമിഷ നേരം കണ്ട് നന്നാക്കി തന്ന മുറിവില് പച്ചില കൊണ്ട് മരുന്ന് വെച്ച് തന്നെ ഭേദമാക്കി തന്ന ഉമ്മയേക്കാൾ വലിയൊരു ഡോക്ടറെ പിന്നെ എവിടെയാണ് കാണുക? ചിന്തിക്ക് സഹോദരങ്ങളെ. എന്നിട്ടും ഉമ്മ വൃദ്ധസദനത്തിൽ പോയത്, എന്നിട്ടും ഉമ്മ വേണ്ടാത്തതായത് ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ. ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവ് ചതി വെട്ടുന്ന ലോകമാണ്. അതുകൊണ്ട് ഈ ദുനിയാവിലെ ചതിയിൽ നിങ്ങൾ പെട്ടുപോകരുത്. അതുകൊണ്ടാണ് മഹാന്മാര് ഇന്നലില്ലാഹി ഇബാദൻ ഫൂതനാ തലഖു ദുനിയാ വഖാഫുൽ ഫീതനാ. മഹാന്മാരായ ആളുകളുമിടും അവര് ദുനിയാവിനെ തരാക്കുതല്ലേ. കാരണം അവർക്കറിയാം ഇത് ചതി വെട്ടുന്ന ലോകമാണ്. അല്ലാഹു ചതിയിൽ നിന്ന് കാക്കട്ടെ. ഉമ്മ പോയതിനും വാപ്പ പോയതിനും ഭാര്യ ഉപേക്ഷിച്ചിട്ട് പോയതിനും ഭർത്താവ് വഞ്ചിച്ചതിനും ഒറ്റ കാരണമേ ഉള്ളൂ. അത് സൗന്ദര്യം കുറഞ്ഞതോ രോഗം വന്നതോ ഒന്നുമല്ല. പരമപ്രധാനമായ കാരണം മമൽ ഹയാത്ത് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ എന്നുള്ളതാണ്. ഇത് ചതിയുടെ ലോകമാണ്. ഇവിടെ ആരും പരസ്പരം ചതിക്കും. അള്ളാഹു ആ ചതിയിൽ പെടാതിരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകും. ഇവിടെയൊക്കെ മനുഷ്യന്മാരെ ഇവിടെ ഭാര്യ ചതിക്കും, ഭർത്താവ് ചതിക്കും, മക്കൾ ചതിക്കും, ഇബ്ലീസും ചതിക്കും. അതുകൊണ്ട് നമ്മുടെ ഇനിയുള്ള ജോലി എന്താ? ഈ ചതിയിൽ പെടാതിരിക്കുക. ആ ചതിയിൽ പെടാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും അള്ളാഹു ബസീറത്ത് നൽകട്ടെ. സദസ്സ് കുറച്ചുകൂടി ഉഷാറാവാനുണ്ട്. ഞാൻ ഒരു നാടൻ വർത്താനവും പറയാത്ത ഉള്ള സമയത്ത് വിഷയം പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ല, നാടൻ വർത്താനം പറയാൻ നിർത്തിയത് കൊണ്ടല്ല. അള്ളാഹു നമുക്ക് ബസീറത്ത് തരട്ടെ. അള്ളാഹു നമുക്ക് ബസീറത്ത് തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഈ ദുനിയാവിന്റെ ചതിയിൽ പെടാതിരിക്കുക. ഇവിടെ ഇബ്ലീസ് ചതിക്കും. നമ്മൾ ഭയങ്കരമായിട്ട് ആരെയും സ്നേഹിക്കരുത്, കൂടുതൽ സ്നേഹിക്കരുത്. ഞാൻ ഇപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുക. മക്കളെ ഒന്ന് പരിധിക്കപ്പുറത്തേക്ക് സ്നേഹിക്കരുത്. കാരണം തിരിച്ചെന്തെങ്കിലും കിട്ടിയാൽ ആ സമയത്ത് നമ്മുടെ മനസ്സിന് പിടിച്ചെടുക്കാൻ കഴിയാതെ. ഇത് ഏത് സമയത്തും ഇവരിൽ നിന്നൊരു ചതി എനിക്ക് കിട്ടാം എന്ന ഒരു മുൻവിധിയോടുകൂടി മാത്രമേ അവരെ സ്നേഹിക്കാവൂ. അന്ധമായി സ്നേഹിക്കരുത്. ഭാര്യയാണെന്ന് ഭർത്താവട്ടെ, ഇച്ചിരി അകലം നല്ലതാണ്. സ്നേഹത്തിലല്ല, മനസ്സിൽ. പിന്നെ അതിന്റെ പേര് നാളെ ഇനി വാതിലടത്ത് കുത്തിയിടുന്നു.
അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ചതിയുടെ ലോകമാണ്, ആരും ചതിക്കും. അതുകൊണ്ട് ആ ചതിയിൽ പെടാതിരിക്കണം. അതിനെന്ത് ചെയ്യണം? ആദ്യം അള്ളാഹുവേ, എനിക്ക് ചുറ്റും ഒരു നിരീക്ഷണ വലയമുണ്ട്, ഞാൻ അതനുസരിച്ച് മുമ്പോട്ട് പോകാവൂ. എന്റെ ലക്ഷ്യം ആഖിറമാണ്. ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ വന്ന് ഒരു യുവാവ് പറഞ്ഞു, മഹാനവറുകളെ, തെറ്റ് ചെയ്യരുത് എന്ന് വലിയ ആഗ്രഹമുണ്ട്, എന്നാലും അറിയാതെ തെറ്റ് ചെയ്തു പോവുകയാണ്, എന്താ ചെയ്യുന്നത്? മനസ്സിലായോ? പള്ളിക്കൽ ഇമാമിനോട് വന്ന് പറഞ്ഞു എന്ന് കരുതുക, തെറ്റ് ചെയ്യരുതെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ അറിയാതെ തെറ്റ് ചെയ്തു പോവുക, എന്താ ചെയ്യുക? ഇപ്പൊ എല്ലാരും പറയും, ഉസ്താദെ വാത് കേൾക്കാറുണ്ട്, വാതൊക്കെ കേൾക്കുമ്പോ തെറ്റ് ചെയ്യരുത്, മുത്തക്കിയായിട്ട് ജീവിക്കണം, നല്ല നല്ല ആളുകളുടെ മരണമൊക്കെ കാണുമ്പോൾ അങ്ങനെയൊക്കെ ആവണമെന്നൊക്കെ മനസ്സിൽ ചിന്തയുണ്ട്. വാത് കഴിഞ്ഞങ്ങോട്ട് ഇറങ്ങരുതെല്ലാം തോന്നുന്നു. തെറ്റ് ചെയ്യരുത് എന്നൊരു ആഗ്രഹം ആണിനുമുണ്ട് പെണ്ണിനുമുണ്ട്. പക്ഷേ അറിയാതെ തെറ്റ് ചെയ്തു പോവുക, എന്താ വഴി? മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല പറഞ്ഞു, ചെറുപ്പക്കാരാ, തെറ്റ് ചെയ്യാതിരിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടും നിനക്ക് ആ തെറ്റ് ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ നീ ഒരു കാര്യം ചെയ്യുക. എന്താണ് മഹാനവറുകളെ? ആ തെറ്റ് നീ അങ്ങോട്ട് ചെയ്തോളൂ. കള്ളു കുടിക്കരുതെന്ന് ആഗ്രഹമുണ്ട്, പിടിച്ചു നിന്നിട്ട് അറിയാതെ കുടിച്ചു പോവാ. വ്യഭിചരിക്കരുതെന്ന് ആഗ്രഹമുണ്ട്, പരമാവധി പിടിച്ചു നിന്നിട്ടും പെട്ടുപോവുക, എന്താ ചെയ്യുക? പറഞ്ഞു, അങ്ങനെ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണില്ലെങ്കിൽ പിന്നെ ആ തെറ്റ് ഞാൻ ചെയ്തോളുക, അല്ലാതെ വേറെ വഴിയില്ല. നിങ്ങളൊന്ന് ഇന്ന് അവർ ഏതൊരു മൂല്യം ഇങ്ങനെ വാത് പറഞ്ഞു നിന്നിട്ടുണ്ടാ കൊണ്ടാ? നിങ്ങളൊന്ന് ചിന്തിക്കുക. ഏതെങ്കിലും ഒരു വാക്കവിയോ മന്നാനിയോ ഇതുവരെ നിങ്ങൾക്ക് അങ്ങോട്ട് പിടിച്ചു നിന്നിട്ട് നിൽക്കാൻ പറ്റണില്ല, സബറില്ലെങ്കിൽ പിന്നെ അത് ചെയ്തോളുക എന്ന് പറഞ്ഞു തന്ന ഒരാൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്? ഞാനല്ല, ഇല്ല. ആ ചെറുപ്പക്കാരന് വലിയ സന്തോഷമായി കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, എനിക്കും കൂടിയാണ് ഞാൻ പറയുന്നത്. തുണി കഴുകുമ്പോൾ ആദ്യം കൈയാണ് വെളുക്കുക, പിന്നെ തുണി വെളുക്കുക. ഇത് കൈ വെളുക്കാനുള്ള വാദാന്ന് കരുതിയാൽ മതി, തുണി വെളുപ്പിക്കാനുള്ള വാദമല്ല. ഞാൻ പിന്നെ ഇങ്ങോട്ട് വാതിന് ഡേറ്റ് കൊടുക്കണ വാത് പറയാനുമല്ല. പണ്ടത്തെ കണ്ടു മറന്നുപോയ സൗഹൃദം ഒന്ന് പുതുക്കുക, ഒന്നാം മുഖമൊക്കെ ഒന്ന് കാണുക. എല്ലാവരെയും മുഖം എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഞാനൊരു 2005 എൻ്റെ കല്യാണം നടക്കുന്നത്, 10 വർഷം കഴിഞ്ഞിട്ടാണ്. ആ ഒരു സമയത്ത് 2005 മുതൽ 2008, 2009 വരെ ഞാൻ ഏറ്റവും കൂടുതൽ വാതു പറഞ്ഞതിന്റെ പത്തനംതിട്ട ജില്ലയാണ്. ഒരു മാസത്തിൽ എവിടെയെങ്കിലും ചമമ്പതാലോ കോട്ടാങ്ങലോ അല്ലെങ്കിൽ തൃക്കോമലയോ റാന്നീരോ കങ്ങട ഈ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. മാസത്തിൽ ഒരിക്കൽ നമ്മൾ കാണും. പിന്നെ ഈ പറഞ്ഞതുപോലെ ജീവിതത്തിന്റെ ഓരോ ഭാഗതയങ്ങൾ ഗതിവിഗതികൾ ഇങ്ങനെ മാറി വന്നപ്പോൾ അകന്നകന്നു പോയി. അപ്പൊ ഇവിടെ വരുന്നത് വഴു പറയാനല്ല, ഒന്ന് കാണുക, ഒന്ന് പുഞ്ചിരിക്കുക, ആ മുഖം മറക്കാതെ ഒന്ന് ഓർമ്മയിലിരിക്കുക, അത്രമാത്രമേ ഉള്ളൂ. അള്ളാഹു നമ്മുടെ പരിചയത്തെ അവസാനം വരെ നിലനിർത്തി തരട്ടെ. അള്ളാഹു നിലനിർത്തി തരട്ടെ മഹാനവരുകൾ. അതുകൊണ്ട് ഈ കേൾക്കുന്ന വാക്കുകളൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ, ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു നിഷ്ഠ പോലെ അത് ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ചെറുപ്പക്കാരന് വലിയ സന്തോഷമാണ്. ഞാനിപ്പോ പറയുന്ന വാദം ഇപ്പൊ നിങ്ങൾക്ക് പറ്റിയ വാദമാണ്. എല്ലാ ചെറുപ്പക്കാരും പറയുന്ന ഉസ്താദേ, പണ്ടത്തെ പോലെയല്ല, പാപങ്ങൾ ചെയ്യാനുള്ള അവസരം മുമ്പിൽ വന്ന് നിൽക്കുക. അപ്പൊ പിന്നെ നിരീക്ഷകരെ കുറിച്ചുള്ള ഓർമ്മയുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കുറച്ചുകൂടെ നിരീക്ഷണം ഉണ്ടായിരുന്നല്ലോ എന്ന് മനസ്സിലാവും. ഇപ്പൊ പാപത്തിന്റെ മുമ്പിൽ ചുംബന സമരം നടന്നു മറൈൻ ഡ്രൈവിലും കോഴിക്കോട് അങ്ങാടിയിലും. യഥാർത്ഥത്തിൽ എന്തിനായിരുന്നു മിനിങ്ങാന്നത്തെ വാർത്ത? അതിന് നേതൃത്വം കൊടുത്ത പെണ്ണിന് ഒരു രാത്രിക്ക് 80,000 രൂപ എന്നാണ്. എത്ര പുരുഷ, നീ എത്ര വലിയവനാണ് മോനെ? എല്ലാ രാത്രിയിലും ഓരോ കടപ്പറകൾ മാറി മാറി കിടക്കുന്ന വ്യഭിചാരം ഒരു കലയാക്കി മാറ്റിയ പെണ്ണിനെ ഒരു രാത്രിയിൽ കട്ടിലിൽ അടുത്തു കിടത്താൻ 80,000 രൂപ അങ്ങോട്ട്. ഒരായുസ് മുഴുവനും നിന്നെ നോക്കി, നിന്റെ മക്കളെ പ്രസവിച്ച്, നിന്നെ കാത്തിരുന്ന്, നിന്റെ വസ്ത്രമലക്കി, രാത്രിയിൽ നീ വരുന്നതും കാത്തു വാതിൽപ്പടിയിൽ കാത്തു നിൽക്കുന്നൊരു ഭാര്യയെ നിനക്ക് വേണമെങ്കിൽ നീ ഭാര്യയുടെ വാപ്പായുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടും ഇങ്ങോട്ട്. ഒരു നല്ല പെണ്ണിനെ, ഒരു ഭാര്യയെ കിട്ടണമെങ്കിൽ പാപ്പ പിന്നെയും ഒരു നല്ല ഭാര്യ നിനക്ക് വേണമെങ്കിൽ പാപ്പ പിന്നെയും ഇങ്ങോട്ട് പൈസ. ആരാന്റെ കൂടെ 1000 വട്ടം കിടക്കുന്നവരുടെ കൂടെ ഒരു രാത്രി കിടക്കാൻ പൈസ അങ്ങോട്ട്.
80,000. 1 വെച്ചാൽ 2, 2 വെച്ചാൽ 4. കാലിടിച്ചാൽ കമ്പനിക്ക് പോലീസ് പിടിച്ച എത്ര സുന്ദരമായി കച്ചവടം. എന്തിയെ അന്ന് ഞാൻ ചുംബന സമരത്തിനെതിരെ പ്രസംഗിച്ചിട്ട് നെറ്റിൽ വന്ന അന്ന് എന്റെ ഫേസ്ബുക്ക് പേജിൽ വന്ന തെറികൾക്ക് കണക്കില്ല. എന്തേ അന്ന് വിളിച്ച ആളുകളും സദാചാരം എഴുതിയ കൂലിയെഴുത്തുകാരും കവരപ്രഭാഷകരും എവിടെ പോയി? അന്നേ ഞാൻ ആ പ്രസംഗത്തിൽ പറഞ്ഞു, ഞാനടക്കമുള്ള മതപ്രബോധകന്മാർ ഇത് വ്യഭിചാരത്തിന്റെ പച്ച വ്യഭിചാരത്തിന്റെ തുടർച്ചയാണെന്ന്. എന്തായിരുന്നു ചുംബന സമരം? അവർക്ക് ആവശ്യമുള്ള ഇതിനോട് താല്പര്യമുള്ള യുവാക്കളെയും യുവതികളെയും പരസ്യമായി സംഘടിപ്പിക്കുക, അവരുടെ വിലാസം സംഘടിപ്പിക്കുക. എന്നിട്ട് ആ വിലാസത്തിൽ അന്ന് ചുംബന സമരത്തിൽ പങ്കെടുത്ത ചെറുപ്പക്കാർക്കാണ് പെണ്ണിനെ കാഴ്ചവെച്ചത്. ഇത് യഥാർത്ഥത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് കച്ചവടമായിരുന്നു. ചുംബന സമരം ഉണ്ടായതൊരു വലിയ തിരക്കഥയാണത്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ആ ചുംബന സമരം പരസ്യമായിട്ട് ഏതായാലും മറൈൻ ഡ്രൈവിൽ വന്നിട്ട് കെട്ടിപ്പിടിച്ച് മഹാനൊക്കെ ചെയ്യാൻ വരുന്ന ആണും പെണ്ണും അത്രയ്ക്ക് വലിയ മുത്തക്കീങ്ങളൊന്നും ആവൂലല്ലോ. എന്നാ പിന്നെ കിട്ടണത് ഒരു പ്രാവശ്യമാണെങ്കിൽ അത് കിട്ടട്ടെ എന്ന് വരുന്ന പോകുന്ന കാമപ്പേക്കൂത്തിന്റെ ആളുകളാണെന്നറിയാം. അവരെ സംഘടിപ്പിക്കുക, പിന്നീട് അവർക്ക് വേണ്ടി ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക, അവരുടെ വിലാസവും നമ്പർ ശേഖരിക്കുക. അതിലൂടെ ബംഗാളിൽ നിന്ന് പെൺകുട്ടികളെ ഇറക്കുമതി ചെയ്ത് കച്ചവടം നടത്തുക. അതിനുവേണ്ടി ചുംബന സമരം നടന്നെങ്കിൽ ആ ചുംബന സമരത്തിന്റെ മുമ്പിൽ പെൺവാണിഭത്തിന്റെ കഥയായിരുന്നുവെങ്കിൽ അന്ന് പണ്ഡിതന്മാര് മുഴുവനും മിഹ്റാബുകളിൽ മുഴുവനും പറഞ്ഞപ്പോ പുരോഗമനത്തിന്റെ പേരും പറഞ്ഞ് ഫെമിനിസത്തിന്റെ പേര് പറഞ്ഞ് ആണും പെണ്ണും തമ്മിൽ പട്ടാപ്പകരെ ചുംബിച്ചാൽ എന്ത് പറ്റുമെന്ന് ചോദിച്ച സദാചാരവാദികളോട് അതേ സദാചാരവാദികൾ തന്നെ കോഴിക്കോട് ഫറൂഖ് കോളേജിലെ ക്ലാസ്സിൽ ആണും പെണ്ണും ഒന്നിച്ചിരിക്കണമെന്ന് വാശി പിടിച്ചപ്പോ അത് പാടില്ല എന്ന് പറഞ്ഞപ്പോ എന്താണ് കൊണ്ട് പ്രശ്നമെന്ന് ചോദിക്കുമ്പോ ഒരു സഹോദരനായി, ഒരു പിതാവായി, ഒരു മകനായി, ഒരു പെങ്ങളായി എന്റെ പെളു പോയൊരു കുടുംബക്കാരന്റെ കൂടെ ഇരുന്ന് കെട്ടിപ്പിടിച്ചിട്ട് പഠിക്കട്ടെ എന്ന് പറയാൻ ലോകത്താർക്കെങ്കിലും കഴിയുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ ഫറൂഖ് കോളേജിലെ പ്രശ്നത്തെ കുറിച്ച് പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇട്ടപ്പോൾ ആണും പെണ്ണും തമ്മിൽ ഒന്നിച്ചിരിക്കണം അത്ര ക്ലാസ്സിൽ. ഈ ബെഞ്ചിലാണ്, ഈ ബെഞ്ചിൽ പെണ്ണ്. രണ്ടുപേരും LKG-യിലല്ല, കോളേജില്. ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട പ്രായത്തിൽ അങ്ങനെ ഒന്നിച്ച് ചർമ്മങ്ങൾ തമ്മിൽ ചേർന്നിരുന്നാലേ പ്രണയമാകുക. ചർമ്മം ചേർന്നിരുന്ന് പഠിച്ചാല് A+B² എന്ന് പറയുന്ന സമവാക്യം ഹൃദയത്തിലോട്ട് കയറുമല്ലോ. അത്ര X2Y2. എന്റെ ജീവിതത്തിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത 4 ഇംഗ്ലീഷ് അക്ഷരമേ ഉള്ളൂ. 1 Aയും Bയും, 2 Xും Yയും. ഇത് കണക്കിൽ പഠിച്ചിട്ട് എന്റെ തല പുകഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ ആപ്പിളാവാൻ പോയത്. സെന്റ് മേരീസ് സ്കൂളിൽ പഠിക്കുമ്പോ എലിസബത്ത് ടീച്ചർ Xും Yയും പറഞ്ഞു എന്നെ തല ചൂട് പിടിച്ചിട്ടാണ് അവസാനം ഞാൻ ഉമ്മാനോട് പറഞ്ഞത് ഇതിനെ നല്ലത് തന്നെ ആപ്പിളാക്കാൻ പറ്റും. അവിടെ ആ 4 അക്ഷരം എനിക്ക് ജീവിതത്തിൽ അന്നും ഇഷ്ടമല്ല, ഇന്നും ഇഷ്ടമല്ല. എന്നാലും ഒന്നിനെ തോച്ചിട്ടില്ല. ആ ഒരു അക്ഷരം പഠിക്കുമ്പോ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വെറുതെ സമയം കളയാനല്ല. പാവങ്ങൾ മുഴുവനും പടിവാതിക്കൽ നിന്നിട്ട് നമ്മളെ മക്കളെ മുഴുവനും മാടി വിളിക്കുകയാ. ആ മാടി വിളിക്കുന്ന സമയത്ത് ഫേസ്ബുക്കുകളിലൂടെ, വാട്സപ്പുകളിലൂടെ, പാതിരാ സമയത്ത് ഇന്റർനെറ്റിലൂടെ പ്രണയ ചുംബന സമരത്തിന്റെ വക്താക്കളെ ചെറുപ്പക്കാർ സംഘടിപ്പിച്ചത് കൊച്ചു സുന്ദരി എന്ന പേര് ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക. ആ അക്കൗണ്ടിലൂടെ ചാറ്റ് ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, പാവങ്ങൾ മുഴുവനെ പടിവാതിക്കെത്തിയിട്ട് മാറ്റി നിൽക്കുമ്പോ ആ സമയത്ത് പാവത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഒരേ ഒരു പരിധി മാത്രമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു തആല ചെറുപ്പക്കാരൻ സന്തോഷത്തോടെ പോകാനൊരുങ്ങവേ നിനക്കിങ്ങനെ തെറ്റ് ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ തെറ്റ് ചെയ്തുകൊള്ളുക ചെറുപ്പക്കാരാ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പോകാനൊരുങ്ങവേ ഹസൻ ബസരി റളിയല്ലാഹു തആല ചെറുപ്പക്കാരനെ വിളിച്ചു, ഇവിടേക്ക് വാ. എന്താ മഹാനവറുകളെ, അങ്ങനെ നീ തെറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ ചെറുപ്പക്കാരാ, ആ തെറ്റ് നീ ചെയ്യാൻ പോവുകയാണെങ്കിൽ അല്ലാഹു നിന്നെ കാണാത്ത സ്ഥലത്ത് പോയി നിന്ന് ചെയ്യണേ. അല്ലാഹു കാണുന്നിടത്ത് തെറ്റ് ചെയ്യരുത്. അവന്റെ ശിക്ഷ വല്ലാതെ സഹിക്കാൻ കഴിയാത്തതാ. അങ്ങനെ നിനക്ക് തെറ്റ് ചെയ്തേ മതിയാകൂ എന്ന് ചിന്തയാണെങ്കിൽ, മദ്യപിച്ചേ മതിയാകൂ എന്ന് വാശിയാണെങ്കിൽ, വ്യഭിചരിക്കണമെന്ന് വാശിയാണെങ്കിൽ അല്ലാഹു നിന്നെ കാണാത്ത സ്ഥലത്ത് പോയി നിന്നിട്ടത് ചെയ്യണേ. അല്ലാഹു കാണുന്നിടത്ത് വെച്ച് ചെയ്യരുത്. അയാൾ ചോദിച്ചു, മഹാനവറുകളെ, റബ്ബ് കാണാത്ത സ്ഥലമോ? ഒരു
കണ്ണുകൾക്കും അവനെ കാണാൻ കഴിയില്ലെങ്കിലും അവന് സർവ്വ കണ്ണുകളെയും കാണാൻ കഴിയുള്ളൂ. അയാള് തെറ്റിദ്ധരിച്ചു നിൽക്കവേ മഹാനവറുകൾ പറഞ്ഞു, ചെറുപ്പക്കാരാ, അങ്ങനെ നീ തെറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ വലാ തഅ്സീഹി ഫീ അർദില്ലാഹ്, അല്ലാഹുവിന്റെ ഭൂമിയിൽ ഇരുന്നിട്ട് ചെയ്യരുത്. പടച്ചറപ്പിന്റെ ഭൂമിയിൽ ഇരുന്നിട്ട് നീ ആ തെറ്റ് ചെയ്യരുത്. അവൻ തെറ്റ് ചെയ്തവരെ ഭൂമിയോടെ കീഴ്മേ മറിച്ചവനാ. അതുകൊണ്ട് പടച്ചറപ്പിന്റെ ഭൂമിയിൽ ഇരുന്നിട്ട് ചെയ്യരുത്. അയാള് ചോദിച്ചു, അല്ലാഹുവിന്റെ ഭൂമിയല്ലാതെ പിന്നെ ഇവിടെ ഇരിക്കാനാ? ഇത് കേൾക്കുമ്പോ കങ്ങടയിലെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരിൽ നിന്ന് ഭൂമിയിൽ ഇരുന്നിട്ടല്ലേ ചെയ്യാൻ പാടില്ലാത്തതുള്ളൂ. ആകാശത്തിരുന്നിട്ട് ചെയ്യാമല്ലോ. പല പ്രാവശ്യം ഗൾഫിലേക്ക് യാത്ര പോയി തിരിച്ചു വരുമ്പോ ആകാശത്തൂടി പറന്നു പോകുന്ന ഫ്ലൈറ്റുകളുടെ ബിസിനസ് ക്ലാസുകളിൽ ചാടിയിരുന്നിട്ട് പാതിരാ സമയത്ത് ആകാശത്തിലെ മാലാകമാര് വിളമ്പി കൊടുക്കുന്ന, ആകാശത്തിലെ മാലാകമാർ എന്ന് പറഞ്ഞാൽ ചുണ്ടിന് ചെന്തായ എയർ ഹോസ്റ്റസുകളെ വിളമ്പി കൊടുക്കുന്ന മദ്യം ഇങ്ങനെ വാരി കുടിക്കുമ്പോ പടച്ചറപ്പിന്റെ കടലിന് മുകളിലൂടെ പക്ഷിയെ പോലെ പറക്കുകയാ. എവിടാണ് സഞ്ചരിക്കുന്നതെന്നോർക്കാതെ കുടിച്ചിട്ട് ആടുന്നുണ്ട് ലെവലില്ലാതെ. ഫ്ലൈറ്റിൽ നിന്ന് മദ്യപിച്ചാൽ കുഴപ്പമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ ഭൂമിയിൽ നിന്ന് 40,000 അടി മുകളിൽ, അതുവരെ ലോകത്ത് പറയുന്ന പേര് ഭൂമി എന്ന് തന്നെയാ. അന്തരീക്ഷം 40,000 അടിയുടെ മുകളിലെ താഴെയാണ് ഫ്ലൈറ്റ് പറക്കുന്നത്. അതുപോലെ ശാസ്ത്രം പറയുന്നത് ഭൂമിയുടെ ആവരണമാണത്. അതിന് ഭൂമി എന്നാണ് ശാസ്ത്രം പേര് പറയാ. അതുകൊണ്ട് വലാ തഅ്സീബി അറിവില്ല, പടച്ചറപ്പിന്റെ മണ്ണിൽ ജീവിച്ചിട്ട് ചെയ്യരുത്. ആ ചെറുപ്പക്കാരൻ പേടിച്ചു പറച്ചുപോയി. ഇതിനപ്പുറത്തേക്ക് ഇനി വഴു പറയുന്നത് എന്തിനാ? വീണ്ടും മഹാനവറുകളെ തുടരുകയാണ്. ഇതാണ് പണ്ഡിതന്മാരുടെ ധർമ്മം. ചെറുപ്പക്കാരാ, അങ്ങനെ നീ തെറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ അല്ലാഹു നൽകിയ ഭക്ഷണം കഴിച്ചിട്ട് നീ ഇത് ചെയ്യരുത്. പടച്ചറപ്പ് തന്നെ ഭക്ഷണം കഴിക്കുകയും ആ ഭക്ഷണത്തിലൂടെയാണല്ലോ വികാരം ഉണ്ടാവുക. ഇമാം ബൂസൂരി അല്ലാഹു അങ്ങേക്ക് കരുണ ചെയ്യട്ടെ. ഫലാതറും ബിൽ മാസി കസറ ശഹവതിഹാ ഇന്ന തഅമയുഖു ഫീ ശഹവതൽ ഹുമീ. മദീനയുടെ മുത്തിന്റെ നറുമണത്തിന്റെ സ്നേഹഗീതങ്ങൾ മലയാള മണ്ണിലേക്ക് അറബി ഗീതത്തിന്റെ മാസ്മരികതയോടെ നടത്തിക്കൊടുത്ത പ്രവാചക സ്നേഹത്തിന്റെ ഇഷ്കിന്റെ നവസ്തരീര ഭണ്ഡാരകം ബഹുമാനപ്പെട്ട ഇമാമുന ബൂസുരി റളിയല്ലാഹു അൻഹു പറയാ, ഭക്ഷണം കഴിക്കുമ്പോ വികാരം കൂടുകയാണ്. വികാരം കൂടുന്ന ഭക്ഷണം നിത്യമായി കഴിക്കരുത്. ചെറുപ്പക്കാരാ, പടച്ചറപ്പ് നൽകിയ ഭക്ഷണം കഴിച്ചിട്ടാണ് നിനക്ക് തെറ്റ് ചെയ്യണമെന്ന് തോന്നുന്നത്. അല്ലാഹു നൽകിയ ഭക്ഷണം കഴിച്ചിട്ട് അവരോട് തെറ്റ് ചെയ്യരുത്. ആ സമയത്തെയാണ് അവിടെ നിന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. അല്ലാഹു തരുന്ന ഭക്ഷണമല്ലാതെ മറ്റാരാ ഭക്ഷണം തരുക? കൃഷികളെ തന്നത് ഞാനല്ലയോ? മഴ പെയ്യിപ്പിച്ചത് ഞാനല്ലയോ? ഈ ധാന്യത്തിൽ നിന്ന്, ഈ നെന്മണികളിൽ നിന്ന് ധാന്യത്തെ പൊട്ടിച്ചു തന്നത് ഞാനല്ലയോ? ഈ സൈത്തൂൻ പഴവും അത്തിപ്പഴവും മുന്തിരിപ്പഴവും എല്ലാം എന്റെ ഇടല്ലയോ? അള്ള തന്ന ഭക്ഷണമല്ലാതെ പിന്നീട് ഭക്ഷണമാണല്ലത്. ഇത് കേട്ട ആ ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാളുടെ കവിൾത്തടത്തിലൂടെ തന്നെ നേരെ തകന്തല്ലേ യാത്രടുകവേ പറഞ്ഞു. ആനവറുകളെ, ഇതൊക്കെ കേട്ടപ്പോ ഹൃദയത്തിന് പേടി വരികയാ. ഒരൽപ്പം കൂടി എനിക്കൊന്ന് വഴു പറഞ്ഞു തരുമോ? അവനെന്ന് നമ്മളെ പോലെയല്ല, ഇയാളെന്ന് നിർത്തിയിട്ട് പോയിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നുണ്ട്. ഭൗതിക ലോകത്തിന്റെ സുഖാസ്വാദനത്തിന്റെ ശാന്തഭൂതലത്തിലൂടെ കടന്നു ചെന്നിട്ട് ജീവിതത്തിന്റെ സുഖത്വമാർത്ഥം ആസ്വദിച്ചവരല്ല. മഹാനവറുകളെ, ഒരൽപ്പം കൂടി വഴു പറയുമോ? അപ്പോഴാണ് ഹസൻ ബസറി റളിയല്ലാഹു തആല പറഞ്ഞു കൊടുത്തത്, പൊന്നുമോനെ, പൊന്നുമോനെ, നിനക്കെങ്ങനെ തെറ്റ് ചെയ്യാൻ ആഗ്രഹം വന്നെങ്കിൽ നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് പോകുമ്പോ ആ സമയത്തും മലക്ക്
മലക്കുകൾ വന്നിട്ട് നിന്നെ പിടിച്ചിടാ, നരകത്തിലേക്ക് പിടിച്ചിടാ. മലക്കുകളെ കൈ കൊണ്ട് പിടിക്കുമ്പോ ആ മലക്കുകളുടെ കൈ തട്ടി മാറ്റിയിട്ട് കുതറിയോടാ, നിനക്ക് കഴിവുണ്ടെങ്കിൽ നീ ചെയ്തോടാ, കുഴപ്പമില്ല. നാളെ സബാനിയാക്കളായ മലക്കുകളെ കൈ പിടിച്ചിട്ട് നരകത്തിന്റെ അഗ്നിയിലേക്ക് വലിച്ചെറിയാൻ പോകുമ്പോ ആ മലക്കുകളുടെ കൈ തട്ടി മാറ്റിയിട്ട് കുതറി മാറി ഓടാ നിനക്ക് കഴിയുമോ? എന്നാലും കൊദ്യപിച്ചോ, എന്നാ വ്യഭിചരിച്ചോ, കുഴപ്പമില്ല മോനെ, ചെയ്തു കൊള്ളുക. അയാള് കണ്ണുനീരിട് പൊട്ടിക്കരഞ്ഞുപോയി. നിനക്കങ്ങനെ തെറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ നാളെ നിന്റെ കൈകാലുകളെ സാക്ഷി നിർത്തിയിട്ട് അള്ളാടെ മലക്കുകൾ പടച്ചവനെ ഇവൻ ഇന്നെ തെറ്റ് ചെയ്തവനാണെന്ന് വിളിച്ചു പറയുമ്പോ ആ സമയത്ത് നാവ് മുക്കിയിട്ട് അല്ലാഹുവേ ഇവര് പറയുന്നത് കള്ളമാണ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് റബ്ബിന്റെ മുമ്പിൽ പറയാൻ അന്ന് നിന്റെ നാവ് പൊന്തുമെങ്കിൽ തെറ്റ് ചെയ്തോ കുഴപ്പമില്ല, തെറ്റ് ചെയ്തോ കുഴപ്പമില്ല. അല്ലെങ്കിൽ നീ തെറ്റിൽ നിന്ന് മാറി നിൽക്കണേ. ഹസൻ ബസരി റളിയല്ലാഹു തആല നിന്റെ കൈയിലേക്ക് തന്റെ കൈ കെട്ടി വെച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവോടൊന്ന് ദുആ ചെയ്യണേ, തെറ്റിൽ നിന്ന് എന്റെ മനസ്സിന് ഒരിക്കലേക്ക് തെറ്റിലേക്ക് പോകാതിരിക്കാൻ. എന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് പോകുമ്പോ അയാൾ പറഞ്ഞുകൊണ്ട് പോയി അത്രേ, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, എന്റെ റബ്ബെന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാ. ആ നിരീക്ഷണത്തിന്റെ വലയത്തിലാണ്. പിന്നെ ഞാൻ എങ്ങനെ തെറ്റ് ചെയ്യാനാണ്? അല്ലാഹു യഅലമു മാ തുകിന്നു സുദൂറുഹും വമാ യുഅ്ലിനൂൻ. ഹൃദയത്തിൽ രഹസ്യമാക്കി വെച്ചതും പരസ്യവും അല്ലാഹു നിരീക്ഷിക്കുകയല്ലേ. പിന്നെങ്ങനെയാണ് ചെറുപ്പക്കാരാ തെറ്റ് ചെയ്യാൻ കഴിയാ? അല്ലാഹു നമുക്ക് ബോധം തരട്ടെ, അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഈ ഒരു ചിന്ത ഹൃദയത്തിൽ ഇല്ലാതെ അലങ്കാരങ്ങളുടെയും വേഷങ്ങളുടെയും പകർച്ച കൊണ്ട് കാര്യമില്ല, വേഷപ്പകർച്ചയ്ക്ക് കാര്യമില്ല. ഈ ചിന്ത ഉണ്ടാവണം, എന്റെ റബ്ബെന്നെ കാണുന്നുണ്ട്, വേറൊരാള് കാണലില്ല. തല മറക്കാതെ നടക്കുമ്പോ, പർദ്ദയിടാതെ നടക്കുമ്പോ, ഇപ്പൊ പർദ്ദ വെക്കാമെന്ന മുഴുവൻ പെണ്ണുങ്ങളും പർദ്ദയുണ്ട്. എല്ലാരും തലമറച്ചിട്ടുണ്ട്. ഇവരുടെ യഥാർത്ഥ വേഷം അറിയണമെങ്കിൽ കല്യാണം നടക്കുന്ന വീട്ടിൽ പോകണം. തങ്ങളെ കാണാൻ പോകുമ്പോ, പള്ളിയിലെ മുരിയരെ കാണാൻ പോകുമ്പോ, വാക്കവിയുടെ വാത് വെക്കാൻ വരുമ്പോ, മന്നാനയുടെ വാത് വെക്കാൻ വരുമ്പോ അപ്പോഴൊക്കെ ഒരു പർദ്ദയുണ്ട്, ഒരു മക്കനുണ്ട്, അത് റിസർവ്ഡാ. എന്താ കഥ? എന്നാണ് മോളെ വാതിന് മാത്രം, അല്ലെങ്കിൽ ഒരു ആത്മീയമായ മണ്ഡലങ്ങളിൽ മാത്രം ഈ വേഷം ധരിക്കുകയും അല്ലാത്ത സമയത്ത് അല്ലാത്തതിലേക്ക് കടക്കുകയും ചെയ്താൽ ഈ വേഷങ്ങളിൽ നിനക്കെന്ത് കഥയാണ് കിട്ടുക? ഇരുമ്പിന്റുരക്ക് വിടുങ്ങി എന്നാൽ പിന്നെ ചുക്കിന്റെ വെള്ളം അതിനു മതിയോ പൊന്നേ. ചോദിക്കുന്നുണ്ട്, ഇരുമ്പിന്റെ ഉരക്ക് വിടുങ്ങി എന്നാൽ പിന്നെ ചുക്കിന്റെ വെള്ളം അതിനു മതിയോ പൊന്നേ. ഇരുമ്പിന്റെ ഒലക്ക അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയിട്ട് പിന്നെ ചുക്കിന്റെ കഷായം കുടിച്ച ഒലക്ക പോകും. ഇതല്ലാത്ത സമയത്തൊക്കെ ഈ കെട്ടിയടിന്നുള്ളത്തിൽ നടത്തിയിട്ട് അവസാനം പിന്നെ വാതിന്റെ അടുക്കൽ മാത്രം തലമറച്ചതിനുണ്ടാകും ഒരുവരം തരാൻ ഇരിക്കുക. അതുകൊണ്ട് എന്റെ സഹോദരിമാരെ, എനിക്ക് പറയാനുള്ളത്, ഒരു പെണ്ണിന് അല്ലാഹു ജീവിതത്തിൽ നൽകുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമുണ്ട്. എന്താ സൗഭാഗ്യം? ഒരു പെണ്ണിന് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമുണ്ട്. ഒരു പെണ്ണിന് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യത നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ട്? ഒരു പെണ്ണിന് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യത. ഒരു പുരുഷൻ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യത. ഒരു പുരുഷൻ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അവരുടെ വില താഴാതെ മേപ്പോട്ട് നിൽക്കാൻ നടന്നു വരുന്നത്. ഒരു പുരുഷൻ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം 4 കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കാൻ സമയം ആയില്ല, 10:45. പുരുഷന് കിട്ടുന്ന സൗഭാഗ്യം മുഴുവൻ പറഞ്ഞാൽ നമ്മുടെ വിഷയത്തിൽ നിന്ന് പറയും. വിഷയം പറഞ്ഞ് അവസാനിക്കുന്നുണ്ട്. അല്ലാഹു ഒരു പുരുഷന് നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം 4 കാര്യങ്ങളാണ്. ഒരു പെണ്ണിന് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ഒറ്റ കാര്യം. അത് വനിതാരത്നമാകലോ പാതകറാണിയാകലോ അല്ലെങ്കിൽ ഭൗതികമായ എന്തെങ്കിലും ഒരു നേട്ടം ഒരു പെണ്ണിൻ്റെതല്ല.
ഏറ്റവും വലിയ സൗഭാഗ്യം ഒരു പുരുഷന് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം 4 കാര്യങ്ങൾ അറിയാമല്ലോ. അതില്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, അർബഅത്തും മിന സഅദത്തിൽ മർഇ, ഒരു മനുഷ്യനൊരു പുരുഷനവന്റെ ജീവിതത്തിൽ അല്ലാഹു 4 കാര്യങ്ങൾ തന്നാൽ അവനേക്കാൾ വലിയ സൗഭാഗ്യമാണ് പിന്നെ വേറെ ആരുമില്ല. ഏറ്റവും വലിയ സൗഭാഗ്യം ഒരു മാസം 980 കോടി രൂപ വരുമാനമുള്ള അറബിക്കടലിന്റെ മുൻഭാഗത്തിന്റെ തിരമാലകളെ കരയിലേക്ക് തടം തല്ലി തിരിച്ചു പോകുമ്പോ ആ തിരമാലകളുടെ ആരവത്തോട് മണിനാളം പോലെ കഥ പറഞ്ഞു നിൽക്കുന്ന 140 ബെഡ്റൂമുകളുള്ള 14 സിനിമാ തിയേറ്ററുകളുള്ള 280 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാൻ കഴിയുന്ന 4 ഹെലികോപ്റ്ററുകൾ ഒരേ സമയത്ത് ഇറക്കാൻ കഴിയുന്ന 2800 കോടി രൂപയുടെ വീട് വെച്ചിട്ട് താമസിക്കുന്ന റിലയൻസിന്റെ അധിപതി മുകേഷ് അംബാനി ഏറ്റവും വലിയ ഭാഗ്യവാനാണ് നിങ്ങൾ കരുതിയേക്കാം. പക്ഷേ ഞാൻ പറയുക, അംബാനി ഏറ്റവും വലിയ ഭാഗ്യവാനല്ല. കാരണം മുകേഷ് അംബാനിയുടെയും അനിൽ അംബാനിയുടെയും ഭാര്യമാർ തമ്മിൽ സ്വരച്ചേർച്ചയിലല്ല. അവർ തമ്മിൽ എപ്പോഴും പരസ്പരം അവര് വഴക്കു കൂടുന്നവരാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു പുരുഷന് ബാബു നൽകുന്ന ഏറ്റവും വലിയ ഭാഗ്യം 4 കാര്യങ്ങളാ. ഒന്ന് ലിസാനുൻ ദാക്കിറുൻ, ഏത് സമയത്തും ദിക്ർ ചെയ്യാൻ കഴിയുന്ന പടച്ചറപ്പിന് ദിക്ർ ചെയ്യാൻ കഴിയുന്ന ഒരു നാവുറപ്പ് തരിക. വബദനുൻ സാബിറുൻ, എന്റെ ചുരുക്കി പറയാ, ഏത് പരീക്ഷണങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും പരീക്ഷണത്തിന്റെ കനൽപഥങ്ങളിലൂടെ ജീവിതം കടന്നു പോകുമ്പോ അതെല്ലാം എന്റെ റബ്ബിന്റെ പരീക്ഷണമാണ് കരുതി ക്ഷമിക്കാൻ കഴിയുന്ന ഒരു ശരീരമല്ല തരിക. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഏത് കടബാധ്യത വന്നാലും മാരകരോധം വന്നാലും ജീവിതം മുഴുവന് കണ്ണീരിൽ കുഴിയേണ്ടി വന്നാലും എല്ലാം ക്ഷമിക്കാൻ കഴിയുന്ന ജീവിതത്തിന് പരാജയത്തിന് പുറകോട്ട് പിടിക്കാത്തൊരു ശരീരം അല്ലാഹു നൽകുക. 3 ഖൽബുൻ ഖാശിഊൻ, ഹറാമുകളെ ചെയ്യാൻ അവസരം മുന്നിൽ നിൽക്കുമ്പോൾ പടച്ചറപ്പിനെ പേടിച്ചിട്ട് മാറാൻ കഴിയുന്ന റബ്ബിനെ പേടിയുള്ള ഹൃദയം കിട്ടുക. 4-ാമത്തേതെന്നറിയോ, അവന്റെ എല്ലാ ഉത്താനങ്ങളിലും പതനങ്ങളിലും ഏത് തളർച്ചയിലും ഏത് വളർച്ചയിലും ഒരു പുരുഷന്റെ ഏത് ദുഃഖത്തിനും ഏത് സന്തോഷത്തിനും അവന്റെ കൂടെ പങ്കിടാൻ കഴിയുന്ന ഒരു സാരികത്തായ ഭാര്യയെ കിട്ടുക. ഏത് പ്രതിസന്ധി വന്നാലും ഏത് കടം വന്നാലും രോഗം വന്നാലും പേടിക്കണ്ട, മരണം വരെ നിങ്ങളുടെ കൂടെ ഞാൻ എന്റെതെല്ലാം പങ്കിട്ടെടുക്കാനെന്ന് പറയുന്ന ഒരു സാരികത്തായ ഭാര്യയെ കിട്ടുക. അവര് ക്ഷേമത്തിലുമുണ്ട് ക്ഷാമത്തിലുമുണ്ട്, അവര് തളർച്ചയിലുമുണ്ട് വിളർച്ചയിലുമുണ്ട്. ഏത് പ്രയാസം വന്നാലും മണരാരണ്യത്തിന് കൈക്കുന്നിനെ കയ്യിൽ തന്നിട്ട് ഫലസ്തീനിലേക്ക് മിണ്ടാതെ പോകുമ്പോ 9 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ ഇബ്രാഹിം നബി ഇസ്മായിൽ നബി അറുക്കാൻ പോയപ്പോ ഇസ്മായിൽ നബി കരുത്ത് നീട്ടിക്കൊടുത്തത് വെറുതെയല്ല. കൈക്കുഞ്ഞായിട്ട് കയ്യിൽ തന്നിട്ട് ഫലസ്തീനിൽ പോയിട്ട് 9 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ വാപ്പയില്ലാത്ത 9 വർഷം പൊന്നുമോനെ, നിന്റെ വാപ്പ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പോയതാന്ന് പറഞ്ഞ് വാപ്പയില്ലാത്ത സമയത്ത് തന്നെ മകനോട് വാപ്പയുടെ കട്ടപ്പാടിനെ കുറിച്ച് പറഞ്ഞു പഠിപ്പിച്ച ആദരയെ പോലെ ഒരു ഭാര്യയെ നമുക്ക് കിട്ടുക. അല്ലെ പിന്നെ ഇബ്രാഹിം നബി വന്നിട്ട് അറക്കണമെന്ന് പറയുമ്പോ ഇസ്മായിൽ വെറുതെ കഴുത്തിട്ട് കൊടുക്കും. അതൊരു ഭാര്യയുടെ കഴിവാണ്. 9 വർഷം പരമാ ബലകമായുള്ള സയ്യാന്ന് പറഞ്ഞാൽ 7 വയസ്സിന് മുകളിലോട്ടാകാം. 7 വർഷം കൈക്കുഞ്ഞിനെ കയ്യിൽ തന്നിട്ട് വാപ്പ ഫലസ്തീനിലേക്ക് പോയി മരുഭൂമിയിലൂടെ. ആ കുഞ്ഞിനെ പിടിച്ചിട്ട് തുള്ളി വെള്ളത്തിന് വേണ്ടി സഫാമറവയുടെ ഇടയിലൂടെ ഓടിയിട്ട് ഹാജറ ഒരിക്കലും പരിതപിച്ചില്ല. തന്റെ മകൻ വളർന്നു വന്നപ്പോ, മോനെ നിന്റെ വാപ്പ എവിടെയെന്ന് ചോദിക്കുമ്പോ നിന്റെ വാപ്പ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി കട്ടപ്പാട് സഹിച്ചിട്ട് ഫലസ്തീൻ അല്ലാഹുവിന്റെ ദീൻ പറഞ്ഞു കൊടുക്കുക, അതുകൊണ്ട് വാപ്പയോട് സ്നേഹം കാണിക്കണേ എന്ന് പറഞ്ഞ് വാപ്പ വീട്ടിലില്ലാത്ത സമയത്ത് വാപ്പയെ കുറിച്ച് പറഞ്ഞു ഘടിപ്പിച്ചത് കൊണ്ടാണ് 9 വർഷം കഴിഞ്ഞിട്ട് വാപ്പ വന്ന് കിടന്നുറങ്ങി ആദ്യ രാത്രിയിൽ അറുക്കാൻ സ്വപ്നം കണ്ടിട്ട് രാവിലെ എന്നിട്ട് മോനെ കഴുത്തറക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ കഴുത്ത് നെറ്റിക്കൊടുത്തത്. കത്തി വെക്കാൻ നേരത്തെ പറഞ്ഞ വാപ്പ കത്തി വെക്കണമെന്ന് എനിക്കൊരു 4 കാര്യം പറയാനുണ്ട്. എന്റെ മോനെ ഞാൻ പറഞ്ഞ വിഷയം പറഞ്ഞങ്ങോട്ട് പോകുന്നു. എന്റെ മോനെ, പപ്പ എന്നെ കമഴ്ത്തി കടത്തിയിട്ട് അറുക്കാവൂ. എന്റെ മോനെ, എന്നെ മരത്തിൽ കടത്തിയിട്ട് അറുക്കും. എന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിയാൽ കത്തിയുടെ പിടി നിങ്ങളുടെ കയ്യിൽ മുറുകുകയില്ല. എന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിയാൽ, അതുകൊണ്ട് എന്റെ മുഖത്ത് നോക്കി അറുക്കാൻ എന്നെ കമഴ്ത്തി കടത്തി.
രണ്ടാമത് പറഞ്ഞു, വാപ്പാ എന്റെ കൈയും കാലും കെട്ടിയിട്ട് ഇറക്കാവൂ. കത്തിയുടെ പിടി എന്റെ കഴുത്തിലേക്ക് താടുമ്പോ, വേദന കൊണ്ട് ഞാൻ പിടയുമ്പോ പിന്നെ നിങ്ങൾക്ക് അറുക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ കോപം എന്റെ ഉപ്പാക്കുണ്ടാകും. അതുകൊണ്ട് എന്റെ കൈയും കാലും കെട്ടിയിട്ട് ഇറക്കാവൂ ഉപ്പാ. മൂന്നാമത് പറഞ്ഞു, ഉപ്പാ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോ 9 വർഷം എന്റെ കാലാണോ കൈയാണോ വളരുന്നതെന്ന് നോക്കി കട്ടപ്പെട്ട് മരുഭൂമിയിൽ വളർത്തി എന്റെ പ്രിയപ്പെട്ട ഉമ്മ. എന്റെ രക്തം പുരണ്ട കുപ്പായം എന്റെ ഉമ്മയെ കാണിക്കരുത്. എന്റെ പൊന്നുമ്മക്കത് സഹിക്കാൻ കഴിയില്ല ഉപ്പാ. കമിഴ്ന്ന് കിടന്നിട്ട് ഇസ്മായിൽ നബി പറഞ്ഞെന്നാണ്, എന്റെ ചോര പുരണ്ട കുപ്പായം എന്റെ ഉമ്മയെ കാണിക്കരുത്. ഇനി എന്റെ ഉമ്മാനോട് സലാം പറയണം, സ്വർഗത്തിൽ ഇസ്മായിൽ കാത്തു നിൽക്കുമെന്ന് പറയണേ എന്ന് പറയുന്നവരുമാണ് കിട്ടിയത്. ആഗ്രഹമില്ല യുവാഗ്രഹമില്ല പിതാക്കന്മാരെ. ഉപ്പയില്ലാത്ത സമയത്ത് ഉപ്പയെ കുറിച്ച് ഉമ്മ പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് അങ്ങനെയുള്ളൊരു ഭാര്യ ഒരു പുരുഷന് കിട്ടിയാൽ അതാണ് അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം തരട്ടെ. പുരുഷന് കിട്ടുന്ന 4 സൗഭാഗ്യം മനസ്സിലായോ? അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. വാപ്പ വെളിയിലിറങ്ങിപ്പോകുമ്പോൾ വാപ്പയെ കുറിച്ച് പറയുന്ന, നമ്മുടെ എല്ലാ വളർച്ചയിലും എല്ലാ തളർച്ചയിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ഭാര്യ, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പാദ്യമെങ്കിൽ ആ സമ്പാദ്യത്തിന്റെ കാര്യത്തിൽ ഞാൻ വലിയ സമ്പന്നനാണ്. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കി തന്നെ. ഒരു പുരുഷന്റെ ഏറ്റവും വലിയ സമ്പാദ്യം അതാണെങ്കിൽ, ഏറ്റവും നല്ല ഭാര്യയാണെങ്കിൽ ഞാൻ ഏറ്റവും വലിയ കോടീശ്വരനാണ്. അപ്പൊ ആളുകളൊക്കെ മെല്ലെ പറയാന്നുള്ളൂ, ബാക്കി പണ്ടത്തെ പോലെ ഒന്നുമില്ല, ഭയങ്കര കോടീശ്വരനാണ്. അങ്ങനെ കുറെ പറച്ചിലൊക്കെ ഇപ്പോൾ ഉണ്ട്, എനിക്കറിയാം. ഇപ്പൊ വിളിച്ചാൽ വരൂല. ഞാൻ കോടീശ്വരനാണ്. ഏത് കാര്യത്തിൽ? അട്ടേറക്കവമൽ ഹയാത്തു പിന്നില്ല ഭർത്താവ്, ഭാര്യയാണ് ഏറ്റവും വലിയ സമ്പാദ്യമെങ്കിൽ അതെന്റെ റബ്ബ് എനിക്ക് തന്നിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ എല്ലാവരെയും ഭാര്യമാരെ അങ്ങനെ ആക്കി തരട്ടെ. അള്ളാഹു നമ്മളെങ്ങനെ ആക്കി തരട്ടെ. സഹോദരങ്ങളെ കിട്ടും. നമ്മളെന്തിനാ നിരാശരാവുക? വിഷയത്തിന് മാറുന്നില്ല. ഒരു പെണ്ണിന്റെ ഏറ്റവും നല്ല സൗഭാഗ്യം പറയാൻ എന്തിനാ മാറുക? ജമാൽ മൗലവി എന്റെ നാട്ടുകാരനാണ്, എന്റെ അയൽവക്കക്കാരനാണ്. റസാഖ് മൗലവി എന്റെ ബാല്യം അറിയാവുന്ന ആളാണ്. ബാക്കിയുള്ളവരൊക്കെ എന്റെ ബാല്യം അറിഞ്ഞ ആളുകൾ വളരെ കുറവായി കൂട്ടത്തിൽ. പക്ഷെ അവർക്കൊക്കെ നന്നായിട്ടറിയാം. കാണാറുള്ള ആളുകളുണ്ട്. എന്തിനാ നമ്മൾ ഭയക്കുന്നത്? ഏത് കാര്യത്തിലാണ് നമുക്ക് നിരാശ? ഹാഫിള് ആയതിനു ശേഷം എന്റെ ബാല്യം നന്നായിട്ട് ജമാൽ മൗലവിയൊക്കെ കുറച്ച് കൊച്ചാണ്, എത്ര ഇപ്പോഴാണ്. പക്ഷെ റസാഖ് മൗലവിയൊക്കെ എന്റെ സീനിയറാണ്. ഹാഫിളായതിനു ശേഷം 10ാം ക്ലാസ് കഴിഞ്ഞ് 7 മാസം കൊണ്ടാണ് ഞാൻ ഹാഫിളാവുന്നത്. ഹാഫിളായതിനു ശേഷം കാനാറിലെ ചായക്കടയിൽ മേശ തുടക്കാൻ നിന്നിട്ടുണ്ട് ഞാൻ. അപ്പോഴും ഞാൻ ഹാഫിളാണ്. ഇപ്പോഴും ഞാൻ ഹാഫിള. അന്ന് കടയിൽ ഒരിക്കപ്പാറ ഇസ്മായിലിന്റെ കടയിൽ, ചായക്കടയിൽ 2 ജോലിയാണ് ഉള്ളത്. ഒന്ന് മേശ തുടയ്ക്കുക, ഒന്ന് പാത്രം കഴുകുക. ആ മുതലാളി ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ ഏറ്റെടുക്കുന്ന ജോലി പാത്രം കഴുകല. എന്താണെന്നറിയോ? അന്നൊരു ചെറിയ സ്റ്റീലിന്റെ പാത്രമുണ്ട്, അതിനാണ് ഇറച്ചിക്കറി കൊടുക്കുക നമ്മുടെ നാട്ടിൽ. ആളുകളൊക്കെ ഇറച്ചി കഴിച്ചിട്ട് അതിൽ 2 കഷണമൊക്കെ കടിക്കാതെ ബാക്കിയിട്ടുണ്ടാവും. ഈ ചവച്ചിട്ട് മുറിയാത്തുണ്ട്. വേസ്റ്റ് പാത്രങ്ങളൊക്കെ കൂട്ടിക്കൊണ്ടുപോയി ഇടുമ്പോ കെട്ടിയിട്ടിരിക്കുന്ന വിറകിന്റെ പുറകിൽ പോയിരുന്ന് പാത്രം കഴുകുമ്പോ 1 കഷണം ഇറച്ചി തിന്നാനുള്ള കൊതി കൊണ്ട് അതിൽ നിന്ന് വാരിയിരുന്ന് ഞാൻ കൊതിയോടെ തിന്ന എന്റെ ചിത്രം എനിക്കിപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഞാൻ അങ്ങനെ ഒരു സംസാരം ഉള്ളതുകൊണ്ട് ഇത് പറയാം. 1 കഷണം ഇറച്ചി കഷണം തിന്നാൻ വേണ്ടി വേസ്റ്റ് പാത്രം കഴുകിയിട്ട് ചവച്ചു തുപ്പി ഇറച്ചി കഷണം വിറക് കെട്ടിന്റെ പുറകിലിരുന്നിട്ട് കുത്തിയിരുന്ന് തിന്ന എന്റെ ബാല്യം എനിക്ക് ഓർമ്മയുണ്ട്. ആ ബാല്യത്തിൽ നിന്ന് നീന്തിക്കയറി അവസാനം എന്റെ റബ്ബ് UAE പ്രസിഡന്റ് സബീൽ പാലസിലെ കൊട്ടാരത്തിലെ അത്താഴ വിരുന്നിൽ പോയിരുന്ന ഭക്ഷണം കഴിക്കാൻ എനിക്ക് അല്ലാഹു തൗഫീഖ് തന്നെങ്കിൽ എന്റെ റബ്ബ് എന്നെ കൈവിട്ടിട്ടില്ല. കാരണം നിരാശമാകാത്ത ഒരു ഹൃദയവും പോരാടാനുള്ള ഒരു മനസ്സുമുണ്ടെങ്കിൽ എവിടെയും നമ്മൾ അല്ലാഹു നമുക്കത് തരട്ടെ. ഞാൻ നിങ്ങളോടൊരു ആശ്വാസത്തിന് വേണ്ടി, കാരണം ഇതിപ്പോ ഏതായാലും കാസറ്റും ഇല്ല, ലൈവും ഇല്ല, എന്നെ അറിയാവുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് അവിടം വരെ എത്തിയാൽ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ സമ്പാദ്യം അത് പണമല്ല, നമ്മെ സ്നേഹിക്കാൻ കഴിയുന്ന, നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ കഴിയുന്ന. വീട്ടിൽ നിന്ന് ഭർത്താവ് ഇറങ്ങിയാൽ, എന്റെ ഭർത്താവ് വാഹനത്തിൽ പാതിരാത്രി ചീറിപ്പായിരുന്നു, അല്ലാഹുവേ തിരിച്ചു വരുന്നത് വരെ ഒരപകടവും വരുത്തരുത് എന്ന് നിസ്കാരപ്പാലിൽ ദുആ ചെയ്യുന്ന ഭാര്യയും ഒരു ഉമ്മയും നമുക്കുണ്ടെങ്കിൽ പിന്നെ അതിനേക്കാൾ വലിയ ഇൻഷുറൻസ് പോളിസി നമുക്കെന്താ ഉള്ളത്?
അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സമ്പന്നന്മാരാക്കട്ടെ. സമ്പന്നത വഖൈറുൽ ഗിന ഹിനൽ ഖൽബി, ഏറ്റവും നല്ല സമ്പന്നത ഹൃദയത്തിന്റെ സമ്പന്നത. അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പണം ഉണ്ടായിട്ട് കാര്യമില്ല. കഴിഞ്ഞ ആഴ്ച ലക്നൌവിലെ ഒരു അമ്മ, 4 മക്കളുണ്ട്. അമ്മയ്ക്ക് 4 മക്കളും അമ്മയെ നോക്കാൻ തയ്യാറല്ല. 9 കോടി രൂപ അമ്മയുടെ അക്കൗണ്ടിൽ ബാങ്കിലെ ബാലൻസ് ഉണ്ട്. 4 മക്കൾക്ക് പണം മതി, അമ്മയെ വേണ്ട. അമ്മ ചെയ്ത പരിപാടി 9 കോടി രൂപ ബാങ്കിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് വീടിന്റെ മുറ്റത്തിൽ നിന്ന് തീ കത്തിച്ചു. കഴിഞ്ഞ ആഴ്ച 9 കോടി രൂപ മുറ്റത്തിട്ട് തീ കത്തിച്ചു. മക്കൾക്ക് വേണ്ട. 10 മക്കളെ നോക്കാൻ ഉമ്മാക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ 10 മക്കൾക്ക് ഒരു ഉമ്മാനെ നോക്കാൻ ബുദ്ധിമുട്ട്. 10 മക്കളെ നോക്കാൻ ഉമ്മാക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഉമ്മ ഓടി പാഞ്ഞ് നടന്നു മതി. പക്ഷെ 10 മക്കൾക്ക് ഈ ഒരു ഉമ്മ ഭാരമായി. അതെങ്ങനെ എനിക്കറിയില്ല. ഈ 10 മക്കൾ ഉമ്മാക്ക്, ഉമ്മ എന്ന് പറയുന്ന ഏക വ്യക്തിക്ക് ഭാരമായില്ലല്ലോ. ഇതൊക്കെ എന്തിനു വേണ്ടിയാ? ദുനിയാവിന് വേണ്ടിയല്ലേ? എന്റെ പൊന്നു സഹോദരിമാരെ, ആഖിറമാണ് വലുത്. അള്ളാഹു നമ്മൾ അവിടെ എത്തിക്കുമാറാകട്ടെ. മണിക്ക് നമ്മുടെ ഭാഗം തുടങ്ങി. മണി 11 സാരമില്ലേ? ആരൊക്കെ നിങ്ങളുടെ ഭാഗത്ത് ഇന്നോടെ തീർന്നു. നാളെ ഞാൻ വേണ്ടി ഇങ്ങനെ ഈ സഫർ പോകണം. അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ. ഏതായാലും കണ്ടുമുട്ടിയ സമയം നിരാശരാവാനല്ല, ജീവിതത്തിൽ ഒരു കരുത്തുണ്ടാവാൻ. നീന്തിക്കയറിയവനെ ഒരിക്കലും കല്ലെറിഞ്ഞ് തോപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ജീവിതത്തോട് പോരാടുക. ഇതല്ല ശാശ്വതമെന്ന് കരുതുക. അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. ഇതൊക്കെ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകും. കാടിനോട് പോരുകെട്ടി ഇവിടെ വന്ന് ജീവിതം തുടങ്ങിയവരാണ് നമ്മുടെയൊക്കെ വാപ്പയും ഉമ്മയും. നമ്മുടെയൊക്കെ അനഫിയാണല്ലോ അല്ലേ? നമ്മുടെ അത്തായും അമ്മായും ഒക്കെ ഒത്തിരി കഷ്ടപ്പെട്ട് മരച്ചീനിയൊക്കെ പെടുതി ജീവിച്ച് നമ്മളെ ഇവിടെ വരെ എത്തിയതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ പതറരുത്, എപ്പോഴും പോരാടണം. എന്നിട്ട് ചിന്തിക്കണം, ഇവിടെ എന്തൊക്കെയുണ്ടെങ്കിലും ഇവിടെ എന്തൊക്കെ കിട്ടിയാലും അതെല്ലാം ശാശ്വതമല്ല. ഈ ദുനിയാവിന്റെ ജീവിത ചിരന്തി കെട്ടിയ വല പോലെ നൈമിഷികമാ. ഏത് സമയത്തും ഇവിടെ നിന്ന് അവസാനിക്കുന്ന, എവിടേക്ക് പോകാനുള്ള ജീവിതമാ. അതുകൊണ്ട് ഇവിടെ തടിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് അഹമ്മദ് കബീർ വാക്കവി പ്രഭാഷണം നടത്തിയിട്ട് വേണ്ടിയൊന്നും പറഞ്ഞില്ലെന്ന് പരാതി വേണ്ട. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ഒരു ദിവസം സഹാബത്ത് ചോദിച്ചുവത്രേ, ഫാത്തിമ അയ്യു ശൈഇൻ ഖൈറുൽ മറാ, ഒരു പെണ്ണിന് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ഏതാണ് ഫാത്തിമ? ആരാണ് പറയുന്നത്? ലോക സ്ത്രീകളുടെ നേതാവായി ലോകത്തോട്ട് വന്ന 24 വർഷം മാത്രം ഭൂമിയിൽ ജീവിച്ചിട്ട് ലോകാവസാനം വരുന്ന മുഴുവൻ പെണ്ണുങ്ങളും അതുപോലെ ജീവിക്കാനും മരിക്കാനും കൊതിച്ച അപൂർവമായ വ്യക്തിത്വമേ ബഹുമാനപ്പെട്ട ബീബി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ. ആ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് ഒരു ദിവസം സഹാബത്ത് ചോദിച്ച ചോദ്യമാണ്, ഫാത്തിമ അയ്യു ശൈഇൻ ഖൈറുൽ മറാ, ഒരു പെണ്ണിന് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമേതാ? ഈ ഒരൊറ്റ കാര്യം മനസ്സിൽ ഉറപ്പിച്ചു വെച്ചാൽ മതി. ഒരു പെണ്ണിന് കിട്ടുന്ന സൗഭാഗ്യമേറെന്നറിയോ? അവള് പാതകറാണിയാവലല്ല, അവൾക്ക് 1 കോടിയുടെ സമ്മാനം കയ്യിൽ കിട്ടലല്ല. പെങ്ങളെ ഫാത്തിമ റളിയല്ലാഹു തആല പറഞ്ഞത്, ഒരു പെണ്ണായി പിറന്ന ജന്മത്തിന് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അല്ലാ യറാഹുന്ന റിജാൽ, ഒരു പരപുരുഷൻ അവളുടെ ശരീരം കാണാതിരിക്കല. എന്നെ കേൾക്കാനെത്ത കങ്ങടയിലെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, ഒരു പെണ്ണിന് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അല്ലാ യറാഹുന്ന റിജാൽ, അല്ലാഹു അവളോട് കൃത്യമായി മറക്കണമെന്ന് പറഞ്ഞ അവളുടെ ഔറത്തവളുടെ ശരീരം ഒരു അന്യപുരുഷൻ കാണാതിരിക്കല. നാളെ പരലോകത്ത് പടച്ചുറപ്പിന് മുമ്പിൽ പോയി നിന്നിട്ട് നമ്മുടെ കൈകളും നമ്മുടെ കാലുകളും നമ്മുടെ
നാവുകളും നമ്മുടെ ശരീരങ്ങളും നമ്മുടെ ഭൂമിയും നിരീക്ഷകരായിട്ട് സാക്ഷി പറയുമ്പോ ആ സമയത്ത് അല്ലാഹുവേ എന്റെ കയ്യിലെ ഒരു പരപുരുഷൻ കണ്ടിട്ടില്ല. നീ മറക്കാമറന്ന് എന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ ഒരു പരപുരുഷൻ ഇതേവരെ കണ്ടിട്ടില്ലെന്ന് പറയാൻ കഴിയുന്ന ഒരു സൗഭാഗ്യം നമുക്ക് കിട്ടിയാൽ നിങ്ങൾക്കറിയുമല്ലോ, നമ്മുടെയൊക്കെ വീട്ടിലെ കങ്ങടപ്പള്ളിയുടെ കൗന്ന് കടന്നിട്ട് അകത്തോട്ട് കയറുമ്പോ അവിടെ ഒരു സന്തൂക്ക് ഇരിക്കുന്നുണ്ട്. ആ സന്തൂക്ക് ഇരിക്കുന്നത് ഇവിടത്തെ സന്തൂക്ക് കണ്ടിട്ടുണ്ടോ? അതിന്റെ മുകൾ ഭാഗത്തൊരു വലിയ മൂടിയുണ്ട്. എങ്ങനെയാണ് ആ മൂടി വന്നതെന്ന് നിങ്ങൾക്ക് അതിന്റെ കഥ അറിയുമോ? നമ്മുടെ നാട്ടിലെ സന്തൂക്കൊരു കട്ടിലുണ്ട്, അതിന്റെ മുകളിലൊരു മൂടിയുമുണ്ട്. അങ്ങനല്ലേ ഇവിടെ? അതിന്റെ അകത്തോട്ട് മയ്യത്ത് വെച്ചാൽ വെളിയിൽ നിന്ന് കാണുന്ന ആളുകൾക്ക് ഒരു മയ്യത്തുണ്ടെന്ന് മനസ്സിലാവില്ല. ഉണ്ടെന്ന് മനസ്സിലായാൽ ശരീരം നന്നായിട്ട് അറിയാൻ കഴിയില്ല. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ സന്തൂക്ക്. ഇവിടെ അങ്ങനെയല്ലേ? ഇവിടെ അങ്ങനെയല്ലേ? സന്തൂക്കില്ല ഇവിടെ? സന്തൂക്കില്ല ഇവിടെ? ഉണ്ട്. ഒരു പെട്ടി, അതിന് മുകളിൽ ഒരു മൂടി. എങ്ങനെയാ? നിങ്ങളുടെ നോക്ക് പെണ്ണുങ്ങൾ, നിങ്ങളുടെ നോക്ക്. ഇപ്പോഴൊന്നും അങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റൂല. നിങ്ങളുടെ പറയാത്തത് ചിലത് പറയാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. പറയാത്തത് ചിലത് പറയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാത്ത ചില കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും പലതും കേൾക്കാറുണ്ട്, പലതും അറിയാറുണ്ട്. ആ അറിഞ്ഞതിനപ്പുറം പറഞ്ഞതിനപ്പുറം ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിച്ചു തന്ന, നമ്മളോട് പറഞ്ഞു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. എങ്ങനെയാണ് സഹോദരങ്ങളെ ആ സന്തൂക്കത്തിൽ വന്നതെന്ന് നിങ്ങൾക്കറിയുമോ? ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആലയോട് ചോദിച്ചു, ഒരു പെണ്ണിന് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ഏതാണ്? ആ സമയത്ത് പറഞ്ഞു, അവളെ ഒരു അന്യപുരുഷൻ കാണാതിരിക്കാൻ. ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല പറയാ, അല്ലാ യറാഹുന്ന റിജാൽ, അവളെ അന്യപുരുഷൻ കാണാതിരിക്കലാ. 26 വർഷം തരുണീമണിയായി, ലലനാമണിയായി ഫാത്തിമ റളിയല്ലാഹു തആല ജീവിച്ചിരുന്നിട്ട് അവസാനം അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം റളിയല്ലാഹു അൻഹാ വഫാത്തെടുത്ത വേളയിൽ നിന്ന് പൊട്ടിക്കരയുകയാ. ബഹുമാനപ്പെട്ട സഫിയ റളിയല്ലാഹു തആല ഫാത്തിമ ബീവിയെ കാണാനെത്തുമ്പോ അവര് വല്ലാത്ത ആകുലതയാണ്. വഫാത്തിന് തൊട്ട് മുമ്പ് സഫിയ ബീവി ചോദിച്ചു, ഫാത്തിമ എന്തിനാണ് കരയുന്നത്? ഫാത്തിമ ബീവി പറഞ്ഞു, അത്രേ സഫിയ, എന്റെ മനസ്സിലൊരു വലിയ പേടിയാ. മരണമാസന്നമായി റബ്ബിലേക്ക് പോവുകയാ. ഇതേവരെ 26 വയസ്സ് വരെ ജീവിച്ചിട്ട് എന്റെ ശരീരം ഇതേവരെ അന്യപുരുഷൻ കണ്ടിട്ടില്ല. പക്ഷേ ഫാത്തിമ എങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ, ആ മരിച്ചു കഴിഞ്ഞിട്ട് ഫാത്തിമയുടെ മയ്യത്ത് 3 വെള്ളത്തുണി കൊണ്ട് വരിഞ്ഞു കെട്ടുകയില്ല. ആളുകൾ മയ്യത്തടക്കാൻ വേണ്ടി 3 വെള്ളത്തുണി കൊണ്ടുവന്ന് ശരീരത്തിലേക്ക് ചേർത്ത് വരിഞ്ഞു കെട്ടുമ്പോ അന്യപുരുഷന്മാരെങ്ങാനും എന്റെ മയ്യത്ത് കണ്ടാൽ കഫന്നുണി ശരീരത്തിലേക്ക് ചേർത്ത് കെട്ടിയിരിക്കുന്നത് കൊണ്ട്, ഇറുകിയ വസ്ത്രമായതുകൊണ്ട് ഫാത്തിമയ്ക്ക് ഇത്ര നീളമുണ്ടായിരുന്നു, ഫാത്തിമയ്ക്ക് ഇത്ര വണ്ണമുണ്ടായിരുന്നു എന്ന് ഫാത്തിമ മരിച്ചിട്ട് 3 വെള്ളത്തുണിയിലും മയ്യത്ത് കിടക്കുമ്പോ ജീവിതകാലത്തിന്റെ കാണാത്തവര് മരിച്ച ശേഷം കണ്ടാൽ ഫാത്തിമ ഇത്ര വണ്ണമുള്ളവളാ, അവൾ ഇത്ര പൊക്കമുള്ളവളാ എന്ന് അന്യപുരുഷന്മാര് മനസ്സിലാക്കില്ല. സഫിയ, ഇതൊന്നും എന്റെ കങ്ങടയിലെ പെങ്ങൾക്ക് പുതിയ ലോകത്ത് മനസ്സിലാകുമോ എന്നറിയില്ല. അതുകൊണ്ട് ഞാൻ അതോത്തിട്ട് ബേജാറിലാണ്. പണച്ചറപ്പിന് മുമ്പിൽ നിൽക്കുമ്പോ, എന്റെ കൈകാലുകൾ എനിക്ക് സാക്ഷി നിൽക്കുമ്പോ അതെനിക്ക് ദോഷമാകുമോ എന്ന് ഭയക്കുന്നു സഫിയ. ആ സമയത്താണ് സഫിയ റളിയല്ലാഹു തആല പറഞ്ഞത്, നിങ്ങൾ വിഷമിക്കണ്ട. അങ്ങനെ ഹബശയിലെ, ആഫ്രിക്കയിലെ ഹബശയിലെ ഞാനൊരു സൈസ് മയ്യത്ത് കെട്ടിൽ കണ്ടിട്ടുണ്ട്. അതിന്റെ മുകൾ ഭാഗത്തിൽ മൂടിയുണ്ട്. മയ്യത്തെടുത്ത് വെച്ചിട്ട് മുകൾ ഭാഗം മൂടിയാൽ അതിന്റെ അകത്ത് കിടക്കുന്ന മയ്യത്തിന് നന്നായിട്ട് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി പറഞ്ഞു, അത്ര സഫിയ, അതുപോലെ ഒരു മയ്യത്ത് കെട്ടിൽ നീ ഒന്ന് ഉണ്ടാക്കി തരുമോ? മഹതിയായ സഫിയ റളിയല്ലാഹു തആല ഈത്തപ്പന മരത്തിന്റെ തണ്ട് വെച്ചിട്ട് അതേപോലെ ഒരു മയ്യത്ത് കെട്ടിലുണ്ടാക്കി. അതിലാണ് ഫാത്തിമ ബീവിയുടെ മയ്യത്തെടുത്ത് വെച്ചത്. ആ കെട്ടിലാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ പ്രചാരം നേടിയത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മയ്യത്ത് കെട്ടിൽ കാണുമ്പോ മരിച്ച
പിടിച്ചു കിടക്കുമ്പോഴും നിന്റെ വസ്ത്രം നിന്റെ ശരീരത്തിലേക്ക് ചേർന്ന് കിടക്കുമ്പോ തന്റെ വണ്ണവും നീളവും ഒരന്യപുരുഷൻ കാണാതിരിക്കണമെന്ന് ആഗ്രഹത്തോടെ ജീവിച്ച ഫാത്തിമ എവിടെന്നാണ് പെണ്ണെ ഈ പറയിടുമ്പോൾ പറത ഷെയ്പ്പടിച്ചിട്ട് ശരീരത്തിലോട്ട് ചേർത്ത് കിടക്കുന്ന ഈ വസ്ത്രത്തിന്റെ സംസ്കാരം എവിടെ നിന്നാ? പറതയാണോ പറതയോ? നിന്റെ ശരീരത്തോട് തൊട്ടിപ്പിടിച്ച് കിടക്കുന്ന ലെഗിൻസ് അടക്കമുള്ള ഇതൊക്കെ പറയാനാണ് ഞാൻ വാദന വന്നത്. ശരീരത്തിനോട് ചേർത്തിട്ടായിട്ട് കിടക്കുന്ന നിന്റെ അകത്തുള്ള ശരീരഭാഗങ്ങളുടെ ആകൃതി അതേപോലെ പരപുരുഷന് കാണാൻ കഴിയുന്ന വസ്ത്രം ധരിച്ച് കിടക്കുന്ന പെണ്ണേ, അത് ഭയന്നിട്ട് കഫം തുണി പൊതിയുമ്പോ പോലും അത് കാണരുതെന്ന് ആഗ്രഹിച്ചിട്ട് ഫാത്തിമ ബീവിയുടെ കട്ടിലാണ് മരണക്കട്ടിലെങ്കിൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ എവിടെ നിന്നാ ഈ ടൈറ്റായി കിടക്കുന്ന ലെഗിൻസ് എവിടെ നിന്നാ? വേണ്ട, പറത പോലെ ഷെയ്പ്പടിച്ചിട്ട് അവളുടെ നിതംബങ്ങളും അവളുടെ മാറുകളുടെയും ആകൃതി വെളിയിൽ കാണിക്കുന്ന ആർക്കും എന്നോട് പരിഭവം തോന്നണ്ട. ചില പരമാർത്ഥങ്ങൾ പച്ചയായി പറയേണ്ടതുണ്ട്, അതിന് പരിഭവത്തിന് സ്ഥാനങ്ങളില്ല. കാരണം പടച്ചറപ്പിന്റെ മുമ്പ് ഈ പച്ചമണ്ണിൽ നിന്ന് എന്നെ നിങ്ങളെയും പടച്ചെടുത്ത പടച്ചറപ്പിന്റെ മുമ്പിൽ സമാധാനം പറയണ്ടേ? അതുകൊണ്ട് ഈ വസ്ത്രങ്ങൾ ആവൽക്കരമാ. ഇതൊക്കെ ദുനിയാവിന്റെ പ്രകേടക്കാണെങ്കിൽ ഈ ശപിക്കപ്പെട്ട ദുനിയാവിന് വേണ്ടി 8 നിരീക്ഷകരെ നമുക്ക് കബളിപ്പിക്കാൻ കഴിയില്ലല്ലോ. പരപുരുഷൻ കാണാതിരിക്കുക എന്ന് പറഞ്ഞാൽ തുറന്ന് കാണാതിരിക്കലെന്നല്ല. ടൈറ്റായ വസ്ത്രം പറത വാങ്ങിച്ചിട്ട് പിന്നെ ഷെയ്പ്പടിക്കും. എന്നിട്ട് പിന്നെ വേറൊരു സാധനം, എന്റെ പേര് നിങ്ങൾക്ക് എന്നോട് പരിഭവമുണ്ടോ? നിങ്ങൾക്ക് എന്നോട് പരിഭവമുണ്ടോ പുരുഷന്മാരെ? നിങ്ങൾക്ക് ഇത്രയൊക്കെ കടന്നു കയറി പറയണമെന്നൊരു പരിഭവമുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്കൊരു ചുക്കില്ല.